വരുമാനം മൊത്തത്തിൽ അടവായി. ഇപ്പൊ 2 മാസമായി ഇതിപ്പോ ഇങ്ങനെ കെട്ടിയടച്ചിരിക്കുന്നത്. ഞങ്ങളെ ജീവിതമേ പോയി. മറ്റവരിന്ന് പഠിച്ചപ്പോ ഇതുപോലെ ഇതൊന്നും ഇല്ലായിരുന്നേ. ഞങ്ങളെ വന്ന് തുരത്തിയിട്ടില്ല ഇതുവരെയ്ക്ക്. ചെറിയ തട്ടാ, എന്റെ ഒരു ചെറിയ തട്ടാണ്. ജീവിതമാർഗം ഇല്ലാത്തത് കൊണ്ട് പെൻഷൻ കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ച് സ്വയം ജീവിതം കണ്ടെത്തിയതാണ്. ഈ ജീവിതത്തെ അടിച്ചുടയ്ക്കാൻ നോക്കേണ്ട ഈ അധീനകാരികൾ. ഈ ഇത്രയും 10 വർഷം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. 41ാമത്തെ ദിവസം ആയപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ കയറി 41ാമത്തെ ദിവസം ആയപ്പോഴാണ് ഈ പാവങ്ങളുടെ പേർത്ത് കുതിര കയറാൻ വന്നത്. വരുമാനമൊക്കെ മുടങ്ങുന്ന സാഹചര്യം. വരുമാനം മൊത്തത്തിൽ അടവായി. ഇപ്പൊ 2 മാസമായി ഇതിപ്പോ ഇങ്ങനെ കെട്ടിയടച്ചിരിക്കുന്നത്. ഞങ്ങളെ ജീവിതമേ പോയി. 10-15 വർഷം കൊണ്ട് ഞങ്ങൾ ഈ പഴയാറ്റുകുടി അങ്ങോട്ട് അങ്ങ് വരെ ഞങ്ങൾ എല്ലാരും മീൻ കച്ചവടവും ബ്രൂസ് കച്ചവടവും മൊത്തത്തിൽ കടഭാരമാണ് മക്കളെ. ഞങ്ങളുടെ പെമ്മക്കളെ അയച്ച കട അതിനപ്പുറം. ഇന്നിപ്പൊ ഈ 2 മാസം കൊണ്ട് ഇത്രയും പൈസകൾ ഞങ്ങൾക്ക് പോകുന്ന കടബാധ്യതയായി. ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റാതെയായി. ഞങ്ങൾ എന്തോ ചെയ്യണം? എവിടെ പോയി ഞങ്ങൾ ഒളിയണം? എവിടെ ഇരുന്നാലും കെട്ടിയടയ്ക്കുന്നവര്. അതിനും വേണ്ടിയാണോ നാഥൻ വേണമെന്ന് പറഞ്ഞത്? അതിനും വേണ്ടിയാണോ? മറ്റവരിന്ന് പഠിച്ചപ്പോ ഇതുപോലെ ഇതൊന്നും ഇല്ലായിരുന്നേ. ഞങ്ങളെ വന്ന് തുരത്തിയിട്ടില്ല ഇതുവരെയ്ക്കും. കോൺഗ്രസ് ജയിച്ചപ്പോഴാണ് ഞങ്ങളെ ഇതുപോലെ ഓട്ടിക്കുന്നത്. ഈ 2 മാസം കൊണ്ട് നെട്ടോട്ടം ഓടെ വലിയ തോതിലുള്ള പ്രതിഷേധം